നൂലുണ്ട് കേട്ടോ. ഇപ്പൊ നൂല് കണ്ടതാ. നമ്മുടെ PV വണ്ടിക്ക് നോർമൽ ടയർ ഇടുമ്പോൾ തേയ്മാനം ഭയങ്കരമായിട്ട് അധികവും. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ടയർ കേട്ടോ. ടയറിന്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ചു തരാം. നൂലുണ്ട് കേട്ടോ. ഇപ്പൊ നൂല് കണ്ടതാ. അപ്പോൾ നമ്മളിപ്പോൾ ഇടുന്ന ടയർ അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത് തരും. പിന്നെ അതിന്റെ കൂടെ അതിന് ബാലൻസിങ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരും. അപ്പോൾ അതിന്റെ കൂടെ ബാലൻസും കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ബാലൻസിന് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ടാവും. ഒരു 125 രൂപ ബാലൻസിനും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കാം, വണ്ടി ഓടിച്ച് നോക്കാം ഇറക്കും കുലുക്കൊക്കെ ഉണ്ടോന്നുള്ളത്. അപ്പോൾ ഇതിന്റെ നമുക്ക് 4 ടയർ നിങ്ങൾ ചെക്ക് ചെയ്യും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഡബിൾ ഓക്കെ ആക്കി തരും. ഓക്കെ അത് മതി, കേട്ടാ മതി. സാധനമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ടയറൊക്കെ ഊരി കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം അവിടെ സംസാരിക്കാൻ വേണ്ടി നിന്നു, അപ്പൊ ഇതിന് ഊരി കൊണ്ടുപോയി. അപ്പൊ ഇനി ടയർ കഴിക്കുന്നുണ്ട്. ഇതല്ലേ നമ്മുടെ ടയർ? നമ്മളിപ്പത്തെ കഴിക്കുന്ന ടയർ അല്ലേ? ഒരു സൈഡ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്നും തിരിച്ചു ഇതിപ്പോ നിങ്ങൾ കണ്ടാ അറിയാൻ പറ്റും. ഒരു സൈഡിലാണ് തേയ്മാനം അധികം ഉള്ളത്, ഒരു സൈഡിൽ നൂല് കാണാം, കമ്പിയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ അലൈൻമെന്റ് തെറ്റി ഓടിയതാണ്. അതെ. പിന്നെ പ്രത്യേകിച്ച് EV വണ്ടിക്ക് ആവുമ്പം തേയ്മാനമൊക്കെ പെട്ടെന്ന് ജാസ്തിയാണ്. അതറിയുമ്പോ EV വണ്ടി ടോർക്ക് വണ്ടിന്റെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് റൊട്ടേഷൻ സ്പീഡ് ആവുമ്പം തേയ്മാനം അധികമാവും. കാരണം 0 to 60 പോകുന്ന ആ ഒരു ടൈം ഡിലേ വളരെ കുറവാണല്ലോ, മോട്ടർ ആയതുകൊണ്ട്, എഞ്ചിനല്ലോ. അപ്പൊ പെട്ടെന്ന് പിടിക്കുമ്പോഴാണ് ഈ തേയ്മാനം കൂടുന്നത്. അതിപ്പോ മറ്റേ നമ്മൾ സാധാരണ വണ്ടിയൊക്കെ ആവുമ്പോൾ അലൈൻമെന്റ് ഒക്കെ എല്ലാ 5000 കിലോമീറ്റർ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ EV വണ്ടിയൊക്കെ ആവുമ്പോൾ നമ്മൾ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 4000 ഒക്കെ ആവുമ്പോൾ തന്നെ ചെയ്യണം. കാരണം തേയ്മാനം അധികം. അത് മാത്രമല്ല, എനിക്ക് ഡൗട്ട് ഇല്ല എന്താണെന്നറിയോ, ഇതിന്റെ ഈ ടയർ ആവുമ്പോൾ മറ്റേ ടയറും, അതായത് സാധാരണ വണ്ടിക്ക് ഇടുന്ന ടയറും അതേപോലെ EVക്ക് ഇടുന്ന ടയറും ഡെൻസിറ്റിക്ക് മാറ്റണ്ടോ? ഡെൻസിറ്റി അല്ല മെയിൻ ആയിട്ട് വരുന്നത്, അതിന്റെ ഈ റോളിംഗ് കോഎഫിഷ്യന്റ് പ്രോപ്പർട്ടി ഉണ്ട് ടയറിന്റെ, അത് കുറയണം. അത് കുറഞ്ഞാലേ നമ്മുടെ ഈ തേയ്മാനം സ്ലോ ആവത്തുള്ളൂ. നമ്മളിപ്പോ EV വണ്ടിക്ക് നോർമൽ ടയർ ഇടുമ്പോൾ തേയ്മാനം ഭയങ്കരമായിട്ട് അധികവും. ഇപ്പൊ എന്റെ ടിയാഗോയ്ക്ക് നോർമൽ ടയർ ഇട്ടപ്പോൾ എനിക്ക് 10,000 കിലോമീറ്റർ കിട്ടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ മാത്രം, 4 ടയറും തേഞ്ഞു പോയി. അല്ല കൂടി 10,000 കിലോമീറ്റർ കഴിഞ്ഞു ടയർ. അതെ. അതപ്പോ നോർമൽ കറക്റ്റ് എന്റെ EV റെഡി, ഇത് EV റെഡി എന്ന് കാണാൻ പറ്റും. ഇവിടെ ഈ സൈഡിൽ ഇവിടെ EV റെഡി എന്ന് കാണും ടയറിൽ. അപ്പൊ EV റെഡി ടയർ ഇട്ടാലേ നമുക്ക് അത്യാവശ്യം തേയ്മാനം, അത്യാവശ്യം ലൈഫ് കിട്ടത്തുള്ളൂ ടയറിന്. കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട്. കാരണം ഓരോ വണ്ടി എടുത്ത് നമ്മൾ അതിന്റെ പിന്നാലെ നടക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ സർവീസും, അതുപോലെ തന്നെ ഇതിന്റെ അലൈൻമെന്റ്, പ്രോപ്പറായിട്ട് അലൈൻമെന്റ് ചെക്ക് ചെയ്യുക, ബാലൻസിങ് നടത്തുക, അതേപോലെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഒക്കെ ടൈം കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക ചെയ്യാന്നുള്ളതാണ്. ഗൈസ്, ഇപ്പോൾ ഇത് ബാലൻസ് ചെയ്യുന്ന മെഷീൻ ആട്ടോ. ഈ ഒരു ടയർ ബാലൻസ് ചെയ്തതിന്റെ ശേഷമാണ് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്താ മെറ്റീരിയൽ? ഈ ആണല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനമൊക്കെ കാണുമ്പോ ആദ്യത്തെ ബൈക്കിന്റെ മുകളിലൊക്കെ ഇത് ഉണ്ടായിരുന്നു. ഇതെന്തോ വെറുതെ ഒരാവശ്യമില്ലാതെ വെച്ചെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന അറിയുമ്പോൾ ബാലൻസിങ് മെഷീൻ എന്ന് പറയുമ്പോൾ ഈ ടയറിന്റെ റിമ്മിന്റെയും സെന്ററിന് 360 ഡിഗ്രിന്റെയും വെയിറ്റ് ഈക്വൽ ആക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഇതോടെ ആ ഹുഡ് നിറച്ച്, അപ്പൊ നമുക്ക് ഈ മെഷീൻ നമ്മൾ ഇടുമ്പോൾ എവിടെയാണ് നമുക്കൊരു വെയിറ്റ് കുറവെന്ന് കാണും. ഇപ്പൊ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു ടയർ, അപ്പൊ ഇപ്പം എവിടെയും വെയിറ്റ് കുറവെന്ന് കാണിക്കില്ല. അപ്പൊ ഇവിടെ വെയിറ്റ് കുറവുണ്ടെങ്കിൽ കാണിക്കും എവിടെയാണ് വെയിറ്റ് കുറവെന്ന്. അപ്പൊ നമ്മൾ അവിടെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് അടിച്ചിട്ട് ഈക്വൽ ആക്കുന്നത്. ബാലൻസിങ് വെയിറ്റ് എന്ന് പറയാം, ഈയത്തിന്റെ ആ വെയിറ്റ് അത് ഇട്ടിട്ട് നമ്മൾ 360 ഡിഗ്രി എല്ലായിടത്തും വെയിറ്റ് ഈക്വൽ ആക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് തേയ്മാനമൊക്കെ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ വൈബ്രേഷൻ വരും. മെയിനായിട്ട് ഒരു സ്ഥലത്ത് വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗിൽ വൈബ്രേഷൻ വരും. അങ്ങനെയാണ്. അതുകൊണ്ട് ചില വണ്ടിക്ക് ബാക്കി ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ, അത് ബാലൻസിങ് തെറ്റായതുകൊണ്ടാണ് ഇത്രയും വൈബ്രേഷൻ വരുന്നത്. കുറെ പഠിക്കാണ്ട് നമ്മള് ഇത് പഠിച്ചൊന്നല്ല, ഇനി ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാണ്ട്. ഗൈസ്, ഈ സാധനം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. റെഡി ടു ഡ്രൈവ് ആയോ? ഒന്ന് ഇത് ടൈറ്റ് ആക്കാണ്ടോ? അത്രയും കൂടി ഉള്ളൂ. അപ്പൊ കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ആ ജസ്റ്റ് ടൈറ്റും കൂടി ആക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി എടുക്കാനായിരുന്നു. അപ്പൊ എന്തായാലും നല്ല സർവീസാണ് കേട്ടോ. ഇവര് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു.
അപ്പോൾ എന്തായാലും മുക്കം ടയേഴ്സ് ഒന്ന് സന്ദർശിച്ച് നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയുക, നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. നല്ല കൺവീനിയൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ടിഷ്യൂ കോംപ്ലിമെൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. 2,200 അല്ലേ? ഏകദേശം 2,200 നമ്മളെ ബില്ല് വന്നത്. അപ്പോൾ എന്തായാലും വലിയ ചാർജ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.